ഫ്രണ്ട്സ്, KSRTC സ്വിഫ്റ്റിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റ് ഡ്രൈവർ കം കണ്ടക്ടർ തസ്തികയിലേക്കാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വിശദമാക്കുന്ന ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് ലഭിക്കുന്നതായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. റീസെൻ്റായി ചെയ്ത വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കയറി കാണാൻ പറ്റും. ബെല്ലേക്ക് എനേബിൾ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൂടെ കാണാൻ. KSRTC സ്വിഫ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് മെയ് 21 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കാണാൻ ഡ്രൈവർ കം കണ്ടക്ടർ തസ്തിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ KSRTC സ്വിഫ്റ്റ് എന്ന് പറയുന്നത് കേരള സർക്കാർ സ്ഥാപനമാണ്. അപ്പോൾ ഈ KSRTC സ്വിഫ്റ്റിൻ്റെ കീഴിലുള്ള ബസ്സുകളിലേക്ക് ആണ് ഈ ഡ്രൈവർ കം കണ്ടക്ടർ തസ്തിയിലേക്ക് കരാർ അടിസ്ഥാനത്തിലാണ് വിളിക്കുന്നത്. അപ്പോൾ കരാർന്ന് കേട്ട് നിങ്ങളിവിടെ എന്ത് ചെയ്യേണ്ട, സ്കിപ്പ് ചെയ്യേണ്ട. കാരണം ഇതിൽ കരാറിൽ കയറിയാലും നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പെർഫോമൻസിനനുസരിച്ചും അത് ഇതിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അത് എക്സ്റ്റെൻഡ് ചെയ്ത് അങ്ങനെ പോകാവുന്നതാണ്. അപ്പോൾ എപ്പോഴും നമ്മുടെ ഉദ്യോഗാർത്ഥികൾ നമ്മുടെ ചാനൽ കണ്ടിട്ട് അപ്ലൈ ചെയ്ത ഉദ്യോഗാർത്ഥികൾ ഇപ്പോഴും അതിൽ വർക്ക് ചെയ്യുന്നവരും ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ളൊരു ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത് SSLC പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന ഒരു കണ്ടൻറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ കാണാം, നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയും കേട്ടോ. അതിന് മുൻപ് ഒരു ചെറിയൊരു കാര്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അതായത് നിങ്ങൾക്ക് 6 മാസം കൊണ്ട് SSLC അല്ലെങ്കിൽ +2 കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അതും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പഠിച്ച് ഓൺലൈനായിട്ട് എക്സാം എഴുതാവുന്ന സൗകര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് വെറും ഒരു സർട്ടിഫിക്കറ്റ് അല്ല, അതിൻ്റെ എല്ലാ നമ്മൾ സാധാരണ നമ്മൾ എഴുതി കിട്ടുന്ന സർട്ടിഫിക്കറ്റ് അതേപോലെ തന്നെ ഈക്വലൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന സർട്ടിഫിക്കറ്റാണ് ലഭിക്കുക. ഇനി അത് മാത്രമല്ല, നിങ്ങൾക്ക് ഡിഗ്രി PG കോഴ്സുകളും ഉണ്ട്. അതായത് BA, BCom, BBA, BCA, BSW, BEd, ഇനി PG കോഴ്സുകളായിട്ടുള്ള MA, MCom, MBA, MCA, MSW, MEd തുടങ്ങിയിട്ടുള്ളതും അതുപോലെ മോണ്ടിസറി TTCയും അതുപോലെ പ്രീ പ്രൈമറി TTC ഒക്കെ കൊടുക്കുന്നതാണ്. നമ്മുടെ എജുവലാണ് ഈ ഒരു കോഴ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറാണ് 7306219188. ഇത് നമ്മുടെ കമൻറ്റിലും ഞാൻ പിൻ ചെയ്ത് വെക്കാം. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഇവിടെ കാണാൻ പറ്റും. ഇത് വെറുമൊരു സർട്ടിഫിക്കറ്റ് അല്ല, അതായത് സ്വദേശ വിദേശ ഉപരിപഠനം, എമിഗ്രേഷനും എംബസി അറ്റസ്റ്റേഷനും ഒക്കെ ഉപയോഗിക്കാവുന്ന സർട്ടിഫിക്കറ്റ് തന്നെയാണ്. അതുമാത്രമല്ല, നിങ്ങൾക്ക് വെറും 6 മാസം കൊണ്ട് SSLC +2 ഒക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. +2 നിങ്ങൾക്ക് സയൻസോ ഹ്യൂമാനിറ്റീസോ കൊമേഴ്സ് ഏത് സ്ട്രീം എടുക്കാനും പറ്റും. ഇനി ഇവരുടെ പ്രത്യേകത എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ UGC, PSC, NAC, A ഗ്രേഡ് അപ്രൂവ്ഡ് ആയുള്ള യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രി PG പ്രോഗ്രാമുകളാണ് ഇവർ കൊടുക്കുന്നത്. അത് ഈ പറയുന്ന ഡിഗ്രി ആണെങ്കിൽ PG അങ്ങനെയുള്ള കോഴ്സുകളാണെങ്കിൽ കേട്ടോ. ലോകത്ത് എവിടെ ഇരുന്ന് നമുക്ക് പഠനം സാധ്യമാകുന്ന ഓൺലൈൻ ലേണിംഗ് ആപ്പ് വരുന്നുണ്ട്. അതുമാത്രമല്ല, ഓൺലൈൻ ക്ലാസ് വഴി അറ്റൻഡ് ചെയ്ത് ഓൺലൈൻ ആയിട്ട് തന്നെ എക്സാം എഴുതാനുള്ള സ്കീമും ഉണ്ട്. ഫുൾ ടൈം പേഴ്സണൽ മെൻറ്റർ സപ്പോർട്ടും ഉണ്ട്. അതുമാത്രമല്ല, പരിചയസമ്പന്നരായ അധ്യാപകരുടെ ക്ലാസ്സുകളാണ്. അഡ്മിഷൻ എടുക്കാനും കൂടുതൽ വിവരങ്ങൾക്കും നിങ്ങളിതായി പറയുന്ന 7306219188 എന്ന് പറയുന്ന ഈ നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. ഇത് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വാട്സപ്പ് ലിങ്ക് കാര്യങ്ങളൊക്കെ തരാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നേരെ എന്ത് ചെയ്യുക, നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും KSRTC സ്വിഫ്റ്റിൻ്റെ സേവന വ്യവസ്ഥകൾ അംഗീകരിക്കുന്നതിന് സമ്മതമുള്ള KSRTCയിൽ നിലവിലെ ജീവനക്കാർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അത് നമ്മൾ നോക്കുന്നില്ല, ജസ്റ്റ് ഞാൻ കൺഫ്യൂഷൻ ആക്കേണ്ട വെച്ചിട്ടാണ്. അപ്പോൾ KSRTCയിൽ നിലവിൽ വർക്ക് ചെയ്യുന്നവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, ഓക്കെ, ഈ പറയുന്നവരുടെ സേവന വ്യവസ്ഥകൾ അംഗീകരിക്കുകയാണെങ്കിൽ. അതല്ലാതെ നമുക്ക് പുറത്തുള്ളവർക്കും എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നമ്മൾ KSRTCയിൽ നിലവിൽ വർക്ക് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. അങ്ങനെ വർക്ക് ചെയ്യുന്നവർക്കും എന്ത് ചെയ്യാണ്, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ചില ഉദ്യോഗാർത്ഥികൾ ഇത് കണ്ടിട്ട് അവർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു ഇതിലേക്ക് എന്ത് ചെയ്യും, ചിന്തിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇത് നമ്മൾ നോക്കേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു, എങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി ഇതിൻ്റെ യോഗ്യതകളും പ്രവൃത്തി പരിചയവുമാണ്. അതായത് മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം ഉള്ള ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് കരസ്ഥമാക്കിയിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് 10ാം ക്ലാസ്സും ഹെവി ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം. മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് നിശ്ചിത സമയത്തിനുള്ളിൽ കണ്ടക്ടർ ലൈസൻസ് കരസ്ഥമാക്കണം. അപ്പോൾ കണ്ടക്ടർ ലൈസൻസ് നിലവിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആവശ്യമില്ല. ഉള്ളവരുണ്ടെങ്കിൽ അത് അങ്ങനെ ആപ്ലിക്കേഷൻ ഫോമിൽ കൊടുക്കണം. അതിൻ്റെ ഡീറ്റെയിൽസ് ഇല്ലാത്തവർ അവിടെ നോന്ന് കൊടുത്താൽ മതി. പിന്നീട് നമ്മളിതിൽ സെലക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നിശ്ചിത സമയം തരും. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആ ലൈസൻസ് കരസ്ഥമാക്കിയാൽ മതി. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ജസ്റ്റ് വേണ്ടത് ഒന്ന് ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ആണ് വേണ്ടത്. രണ്ടാമത്തെ കാര്യം വേണ്ടത് നിങ്ങൾക്ക് ഇതാ 10ാം ക്ലാസ് പാസ്സായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 2 കാര്യങ്ങളെ, ഒന്ന് ഹെവി ഡ്രൈവിംഗ് ലൈസൻസ്, രണ്ടാമത് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, 30-ലധികം സീറ്റുകളുള്ള ഹെവി പാസഞ്ചർ വാഹനങ്ങളിൽ 5 വർഷത്തിൽ കുറയാത്ത ഡ്രൈവിങ്ങിലുള്ള പ്രവൃത്തി പരിചയം പാടെ നിങ്ങൾക്ക് ഇതിലേക്ക് വേണം കേട്ടോ. അപ്പം മിനിമം 30-ലധികം അല്ലെങ്കിൽ 30-ലധികം സീറ്റുകളുള്ള ഹെവി പാസഞ്ചർ വാഹനങ്ങളിൽ നിങ്ങൾക്ക് 5 വർഷത്തിൽ കുറയാത്ത ഡ്രൈവിങ്ങിലുള്ള പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. ഓക്കെ, ഇതിൻ്റെ പ്രായം എന്ന് പറയുന്നത് ഇതിൻ്റെ അവസാന തീയതി കണക്കാക്കിയിട്ട് 24 പൂർത്തിയാവുകയും 55 വരെ, മാക്സിമം ഏജ് ലിമിറ്റ് 55 മിനിമം 24 മുതൽ നിങ്ങൾക്ക് 55 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും ഇതിൻ്റെ മറ്റു എക്സ്പീരിയൻസ് ഡീറ്റെയിൽസൊക്കെ.
പിന്നെ നിങ്ങൾക്ക് അഭിലഷണീയ യോഗ്യതകളാണ്. അത് നിങ്ങൾക്ക് എസെൻഷ്യൽ അല്ല, ജസ്റ്റ് നിങ്ങൾക്ക് നമുക്കിപ്പം AV ലൈസൻസും ഒക്കെ എടുത്ത് ഓടിക്കുന്നവർക്ക് ഇതൊക്കെ അറിയും. അതായത് വണ്ടിയുടെ ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതൊന്നും വലിയ കാര്യമല്ല. ഇനി മറ്റു വ്യവസ്ഥകളാണ്. മറ്റു വ്യവസ്ഥ എന്ന് പറയുന്നത് 10 മണിക്കൂർ വരെയൊക്കെ നമുക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യവും കാഴ്ചശക്തിയും ഒക്കെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഒന്ന്. പിന്നെ സിവിൽ സർജൻ റാങ്കിൽ കുറയാതെ സർക്കാർ ഡോക്ടറിൽ നിന്നും നേത്രരോഗ വിദഗ്ധനിൽ നിന്നും ലഭ്യമായ സർട്ടിഫിക്കറ്റിൽ ഹാജരാക്കണം. അതൊക്കെ നിങ്ങൾ ഈ പറയുന്ന സെലക്ട് ആയി കഴിഞ്ഞാൽ നമ്മൾ സെറ്റാക്കിയാൽ മതി. ഓക്കെ, നമ്മൾ ഫിറ്റാണ്, മെഡിക്കലി ഫിസിക്കലി ഫിറ്റാണ് തെളിയിക്കുന്നതിനുള്ള അറ്റ്ലീസ്റ്റ് ഈ പറയുന്ന സിവിൽ സർജൻ റാങ്കിൽ കുറയാത്ത ഡോക്ടറിൽ നിന്നും നമുക്ക് അങ്ങനെ ഫോമുകളൊക്കെ വാങ്ങാൻ കിട്ടും. അത് വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് ഒരു കണ്ടക്ടറിന് ആവശ്യമായിട്ടുള്ള കണക്ക് സാമാന്യം കൂട്ടാനും കുറയ്ക്കാനും ഹരിക്കാനൊക്കെ അറിവുണ്ടായിരിക്കുന്നുള്ള ബേസിക് ആയുള്ള കാര്യങ്ങൾ. അതുപോലെ മലയാളവും ഇംഗ്ലീഷും എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്. പിന്നെ വിജയകരമായി നിങ്ങൾ ട്രെയിനിങ് പൂർത്തിയാക്കിയാൽ നിർബന്ധമായും KSRTC സ്വിഫ്റ്റിൽ 2 വർഷം നിങ്ങൾ എന്ത് ചെയ്യണം, സേവനം അനുഷ്ഠിക്കണം. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നിർത്തി പോരാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ട്രെയിനിങ് ഒക്കെ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് സെലക്ട് ആയി കഴിഞ്ഞാൽ. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം നമ്മൾ എന്ത് ചെയ്യണം, അതായത് ഒരു വർഷത്തിൽ 240 ഡ്യൂട്ടി നമ്മൾ കുറയാതെ നമ്മൾ വർക്ക് ചെയ്തിരിക്കണം. അതായത് ഒരു വർഷത്തിൽ എന്നാണ് പറയുന്നത്. അത് അങ്ങനെ 2 വർഷം നമ്മളതിൽ സേവനം അനുഷ്ഠിക്കൽ നിർബന്ധമാണ്. അല്ലാത്ത പക്ഷം എന്ത് ചെയ്യും, നമ്മളൊരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഇതിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കണം. 30,000 രൂപയാണ്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, തിരികെ തരൂല. ഓക്കെ, അതല്ല നിങ്ങൾ നല്ല മാന്യമായിട്ട് വർക്ക് ചെയ്ത് നിങ്ങൾ എന്താണ് എന്തെങ്കിലും വ്യക്തമായ കാരണങ്ങൾ കൊണ്ടാണ് പിരിഞ്ഞു പോരുന്നതോ ഇനി നിങ്ങളെ പിരിച്ചു വിടുന്നതൊക്കെ ആണെങ്കിൽ ആ 30,000 രൂപ നമുക്ക് ആ സമയത്ത് നൽകും. ഓക്കെ, ഇനി അതോടൊപ്പം തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ സ്വന്തം താമസ സ്ഥലത്ത് നിന്നുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ആ ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം, 10 ദിവസത്തിനുള്ളിൽ ഹാജരാക്കണം. അതൊക്കെ നമ്മൾ സെലക്ട് ആയി കഴിഞ്ഞാലാണ് കേട്ടോ, ഇപ്പം നോക്കേണ്ട ആവശ്യമില്ല. ഇനി തിരഞ്ഞെടുപ്പ് പ്രക്രിയ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അപേക്ഷ സൂക്ഷ്മ പരിശോധന നടത്തി ഒരു ചുരുക്കപ്പട്ടിക ഒരു തയ്യാറാക്കും. നമ്മുടെ എക്സ്പീരിയൻസും ഇതൊക്കെ നോക്കിയിട്ടാണ് അവർ ചെയ്യുക. അങ്ങനെ താഴെ പറയുന്ന പ്രക്രിയകളാണ്. ഒന്ന്, നമുക്ക് സെലക്ഷൻ കമ്മിറ്റി നടത്തുന്ന എഴുത്ത് പരീക്ഷ ഉണ്ടാവും. പിന്നെ രണ്ടാമത്തെ, നമുക്ക് എഴുത്ത് പരീക്ഷയിൽ സെലക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടാവും, അത് പാസ്സാവണം. അത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടാവും. അങ്ങനെ 3 ഘട്ടങ്ങളായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ പറയാം. അങ്ങനെ അവർ ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. പിന്നീട് 1 വർഷം വരെയാണ് റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി. ആ 1 വർഷത്തിൻ്റെ ഉള്ളിൽ പിന്നീട് വരുന്ന വേക്കൻസിയിലേക്കൊക്കെ നിങ്ങളെ പരിഗണിക്കും റാങ്ക് അടിസ്ഥാനത്തിൽ. ഓക്കെ, അപേക്ഷയോടൊപ്പം നിങ്ങൾ ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. പ്രവൃത്തി പരിചയം, വയസ്സ്, അതുപോലെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഇത്തരം വിദ്യാഭ്യാസ യോഗ്യത, ഇതിൻ്റെയൊക്കെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളൊക്കെ നമ്മൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, 10/6/2025 വൈകുന്നേരം 5 മണി വരെയാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ടൈമാണ്. 10/6/2025 ജൂൺ 10 വരെയാണ് നിങ്ങൾക്ക് സമയമുള്ളത്, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഓൺലൈൻ അപേക്ഷയുടെ ക്ലോസിംഗ് ഡേറ്റ് ജൂൺ 10 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് നിങ്ങൾ സ്വയം സാക്ഷ്യപ്പെടുത്തിയ സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, പിന്നെ പ്രായം തെളിയിക്കുന്നത് നമുക്ക് SSLC മതി. പിന്നെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സർട്ടിഫിക്കറ്റോ കാര്യങ്ങളൊക്കെ സ്വയം സാക്ഷ്യപ്പെടുത്തിയത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. ഇനി മറ്റ് പ്രധാന വ്യവസ്ഥകൾ നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ മതി. അതിലെ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷനാണ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ഒരു വേജ് കണക്കാക്കുകയാണെങ്കിൽ 8 മണിക്കൂർ ഡ്യൂട്ടിക്ക് 705 രൂപയാണ് അവർ തരുന്നത്. ഇനി എക്സ്ട്രാ അവേഴ്സ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. അപ്പോൾ ദീർഘദൂര സർവീസുകളൊക്കെ ആയിരിക്കും അധികം. അപ്പോൾ അതിൽ എക്സ്ട്രാ എന്തായാലും നമുക്ക് കൂടുതൽ മണിക്കൂർ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഓരോ മണിക്കൂറും കൂടുമ്പോൾ 130 രൂപ അധിക സമയ അലവൻസ് ആയിട്ട് ലഭിക്കും. പിന്നെ എക്സ്ട്രാ നല്ല വരുമാനമൊക്കെ ഉള്ള ഇതാണെങ്കിൽ ഇൻസെൻറ്റീവ് ബാറ്റയും എന്താണ് ലഭ്യമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത സാലറി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ സേവന വ്യവസ്ഥകൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് വായിച്ച് മനസ്സിലാക്കണം കേട്ടോ. അതിൻ്റെ കുറച്ച് കണ്ടീഷനാണ്, നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നിർബന്ധമായിട്ടും നിങ്ങൾ വായിച്ച് നോക്കണം. അടുത്ത ഘട്ടം നമ്മൾ ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതാണ്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ആവുന്ന ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ നമ്മുടെ വെബ്സൈറ്റിലേക്കാണ് വരിക, GeoCLGland. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾ ഇവിടെ കാണാൻ ലേറ്റസ്റ്റ് ജോബ്സ്, കേരള ജോബ്സ് ഒക്കെ കാണാം. കേരള ജോബ്സിൽ കാണാൻ KSRTC സ്വിഫ്റ്റ് ഡ്രൈവർ ജോബ്സ് ആണ്. ഇനി ഇതിവിടെ കണ്ടില്ല, ഇവിടെ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്താലും മതി കേട്ടോ, KSRTC സ്വിഫ്റ്റ്. ഞാൻ കൂടുതൽ പോസ്റ്റൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് പോയി ഇതാ അവിടെ 5 പോസ്റ്റ് നിൽക്കുള്ളൂ. പിന്നെ ഇവിടെ റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് കണ്ടെത്താൻ പറ്റും. ഇവിടെ KSRTC സ്വിഫ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു നമ്മൾ. അപ്പോൾ ഈ പോസ്റ്റ് ഓപ്പൺ ആയി വരും. ഇവിടെ താഴോട്ട് ഇങ്ങനെ ഇവിടെ ഞാൻ അത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ പോസ്റ്റ്. ഇതിൽ നിങ്ങൾക്ക് കോൺടാക്ട് നമ്പർ ഇവിടെ നോക്കാം. 7306219188 നിങ്ങൾക്ക് വിളിച്ചാൽ ഈ കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. എജുവലിൻ്റെ ആണ്. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാൻ നിങ്ങളിവിടെ നോട്ടിഫിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് ഇവിടെ കാണാം, നിങ്ങൾക്ക് ഓപ്പൺ ആക്കാം. ഇനി നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതിന് കോൺടാക്ട് ചെയ്യാനുള്ള ലിങ്കാണ് കേട്ടോ, ഇതിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിതാ ഇവിടെ അപ്ലിക്കേഷൻ ഫോം ജസ്റ്റ് ഓപ്പൺ ആക്കി. ഇതിലേക്ക് അപേക്ഷാ ഫീസോ മറ്റ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ അപ്ലിക്കേഷൻ ഫോമിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പേജിലേക്കാണ് വരിക. KSRTC സ്വിഫ്റ്റ് ആണ് കാണാൻ നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ ഈ കുറച്ച് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളുണ്ട്, ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കണം. എന്നിട്ട് നമ്മൾ പ്രൊസീഡ് ടു അപ്ലിക്കേഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ സിമ്പിൾ ആയിട്ടുള്ളൊരു അപ്ലിക്കേഷൻ ഫോമാണ്. ഇവിടെ നിങ്ങളുടെ പേര് നിങ്ങൾ അടിച്ചു കൊടുക്കുക. ഓക്കെ, ഇവിടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കുക. നിങ്ങൾ
ഇത് നിങ്ങൾക്ക് മൊബൈൽ തന്നെ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഇനി പോസ്റ്റ് അപ്ലൈഡ് എന്നുള്ള ഡ്രൈവർ കം കണ്ടക്ടർ എന്നുള്ളത് ഓൾറെഡി വന്നിട്ടുണ്ട്. ഇനി ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ നിങ്ങളിവിടെ കൊടുക്കണം. ഇതിന് ശേഷം ഇവിടെ ഈ ഒരു ബ്ലൂ കളർ കാണില്ലേ, ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഫയൽ അപ്ലോഡ് ചെയ്യാനുള്ളൊരു ഇത് വരും കേട്ടോ. അത് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഫയൽ അപ്ലോഡ് ചെയ്യാം. നമ്മൾ ഫയൽ അപ്ലോഡ് ചെയ്യുന്ന പറഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, ഡ്രൈവിംഗ് ലൈസൻസ് ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് നിങ്ങളിതിൽ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് അതിലേക്ക് അപ്ലോഡ് ചെയ്യണം. ഇനി അടുത്തത് ഇനി റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്തിട്ട് വീണ്ടും നല്ല ക്ലാരിറ്റിയിൽ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി നിങ്ങൾക്കൊരു വോട്ടർ ഐ ഡി അല്ലെങ്കിൽ ആധാർ കാർഡ് ഏതെങ്കിലും ഒരു ID പ്രൂഫ് ഇവിടെ കൊടുക്കണം. നമ്മൾ അതിൻ്റെ നമ്പറാണ് ഇവിടെ ആദ്യം കൊടുക്കേണ്ടത്. നിങ്ങൾ ഓക്കെ നമ്പർ കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ അടിയിൽ സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള വോട്ടറോ അല്ലെങ്കിൽ ആധാർ ഐഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ സ്കാൻ ചെയ്ത് ഇവിടെ ഈ ബ്ലൂ കളറിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അതിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അടുത്ത് കാണാം അപ്ലൈഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. ഡെയിലി വേജസ് ഓർ വർക്ക് അറേഞ്ച്മെൻറ്റ് ഫ്രം KSRTC. നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടത് ഡെയിലി വേജ് ആണ്. ഈ വർക്ക് അറേഞ്ച്മെൻറ്റ് ഫ്രം KSRTC എന്നുള്ളത് നിലവിൽ KSRTCയിൽ വർക്ക് ചെയ്യുന്നവരാണ് കേട്ടോ. അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാനുള്ളൊരു സ്കീമാണത്. നമ്മൾ പുറത്തുള്ളവർ നമ്മൾ ചെയ്യേണ്ടത് ഡെയിലി വേജസ് എന്നുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അങ്ങനെ ഡ്രോപ്പ് ഡൗൺ മെനുവാണ് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ പെൻ നമ്പർ ഇതൊക്കെ KSRTCയിൽ നിലവിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ മാത്രമാണ്. ഇതൊക്കെ നമ്മളിവിടെ സ്കിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ എന്നെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. നോട്ട് അപ്ലിക്കബിൾ എന്നുള്ളത് നിങ്ങൾ ഇട്ട് കൊടുത്താലും മതി. ഓക്കെ, നിർബന്ധമില്ല, ബ്ലാങ്ക് ആക്കി ഇട്ടാലും മതി കേട്ടോ. ഇതൊക്കെ അവർക്കുള്ളതാണ്, KSRTCയിൽ വർക്ക് ചെയ്യുന്നവർക്കുള്ളതാണ് ഈ സെക്കൻഡ് കോളും. ഇനി ഇവിടെ പെൻ ID ഇതും KSRTC നിലവിൽ വർക്ക് ചെയ്യുന്നവർക്കുള്ളതാണ്. നമ്മൾ നോക്കേണ്ട, അതൊക്കെ ബ്ലാങ്ക് ആക്കി ഇട്ടാൽ മതി. അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് കണ്ടക്ടർ ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ യെസ് എന്ന് കൊടുക്കുക. ഓക്കെ, യെസ് എന്ന് കൊടുത്താൽ ലൈസൻസ് ID നമ്പർ ഇവിടെ നിങ്ങൾ കൊടുക്കണം. അതുപോലെ കണ്ടക്ടർ ലൈസൻസ് ഇവിടെ സ്കാൻ ചെയ്തിട്ട് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യും വേണം. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഇല്ലെങ്കിൽ നമ്മൾ നോ എന്ന് കൊടുത്താൽ മതി. നിങ്ങൾ സെലക്ട് ആയി കഴിഞ്ഞ് ഇനി നിശ്ചിതമായ ദിവസം തരും, അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോ കൊടുത്തുകൊണ്ട് നമ്മളിതൊന്നും ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി മെയിൽ ID കൊടുക്കുക, നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ കൊടുക്കുക, റിലീജിയൻ കൊടുക്കുക, കാസ്റ്റ് കൊടുക്കുക, കാറ്റഗറി കൊടുക്കുക. ഓക്കെ, പിന്നെ നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സാണ് വിത്ത് പിൻകോഡ്. നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സോട് കൊടുക്കുക. അഡ്രസ് ലൈൻ, സിറ്റി, ഡിസ്ട്രിക്റ്റ്, സ്റ്റേറ്റ്, പിൻകോഡ് സൈതോടെ കൊടുക്കാം. ഓക്കെ, ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. 10ാം ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. 10ാം ക്ലാസ്സിലെ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങളിവിടെ അടിച്ചു കൊടുക്കുക. ബോർഡ് ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട്, കേരള സ്റ്റേറ്റ് ബോർഡ് ആണെങ്കിൽ കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ. ഇനി സ്ഥാപനത്തിൻ്റെ പേര് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പഠിച്ച സ്ഥാപനത്തിൻ്റെ പേര് കൊടുത്താലും കുഴപ്പമില്ല. CBSE അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആണ്, അതിനനുസരിച്ച് കൊടുക്കുക കേട്ടോ. ഇനി മന്ത് ആൻഡ് ഇയർ ഓഫ് കംപ്ലീഷൻ, അത് നമ്മുടെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവും. നമ്മൾ പാസ് ഔട്ടായി മന്തും ഇയറൊക്കെ അവിടെ ഉണ്ടാവും. ജസ്റ്റ് നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളിവിടെ എന്ത് ചെയ്യണം, SLC സർട്ടിഫിക്കറ്റ് നമ്മൾ സ്കാൻ ചെയ്ത് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് സ്കാൻ ചെയ്ത് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. അതിലിവിടെ ഈ ബ്ലൂ കളറിൽ ക്ലിക്ക് ചെയ്യാം. നമ്മളതിലേക്ക് എന്ത് ചെയ്യാം, അത് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇവിടെ വർക്ക് എക്സ്പീരിയൻസ് ആണ്. ഇവിടെ സ്റ്റാർട്ടിങ് വിത്ത് ലേറ്റസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഫസ്റ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളിപ്പോൾ 2024-25 നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുക, അതിവിടെ ആദ്യം കൊടുക്കുക. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ 2023-22 കൊടുക്കേണ്ടത്. അങ്ങനെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ഫസ്റ്റ് കൊടുക്കുക. അതിനിടയിൽ ഓൾഡസ്റ്റ് എന്നുള്ള ലെവലിൽ അങ്ങനെ കൊടുക്കുക കേട്ടോ. ഇവിടെ നിങ്ങൾ സ്ഥാപനത്തിൻ്റെ പേര് കൊടുക്കുക, ഡെസിഗ്നേഷൻ എന്തായിരുന്നു, നിങ്ങളുടെ ആ ഒരു ജോബ് റോൾ എന്തായിരുന്നു എന്നുള്ളത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രം, അതായത് ഏത് മുതൽ ഏത് ഡേറ്റ് വരെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അതുപോലെ അതൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അതുപോലെ ടാസ്ക് ആൻഡ് ഡ്യൂട്ടീസ് ഒക്കെ 40 ക്യാരക്ടറിൽ കൂടാൻ പറ്റില്ല, ചുരുക്കിയിട്ട് ഇവിടെ വിശദീകരിക്കുക നിങ്ങൾ ആ റോളിൽ എന്താണ് ചെയ്തിരുന്നത് എന്നുള്ളത്. അതുപോലെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ബ്ലൂ കളറിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യുക, നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് ഇവിടെ അപ്ലോഡ് ചെയ്യണം, സ്കാൻ ചെയ്ത്. അപ്പോൾ അത് അപ്ലോഡ് ആവും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഫോട്ടോഗ്രാഫ് 6 മന്ത് ഡ്യൂറേഷനിൽ എടുത്ത പാസ്പോർട്ട് ഫോട്ടോഗ്രാഫ് നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾക്കിവിടെ ഫോട്ടോ കാണാൻ പറ്റും. അതുപോലെ സിഗ്നേച്ചർ നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. ഇപ്പോൾ സിഗ്നേച്ചറോടെ വന്ന് കാണാം, ക്ലിയർ ഉണ്ടോ നോക്കണുണ്ട്. അപ്പോൾ ഞാനത് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഡിക്ലറേഷൻ എന്നുള്ള ടിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയൊരു ഫോമാണ്. അപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക്